Hi guys, welcome to day 2. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അറിയില്ല. എങ്ക പോறீங்க நாங்க? முன்னாடி பூந்தி. போலி எல்லாம் காணும். எங்க பாருங்க மூஞ்சி. எங்க பாருங்க. പിണക്കജിത്താണോ ഇന്ന്? ഇന്നലെ വരെ കളിയിൽ തോറ്റപ്പോ തൊട്ട്. ഓ സാറ് ജയിച്ചല്ലോ കളിച്ച്. കൊണ്ടുവന്നു. അല്ല ലക്കോളിച്ചമ്പ യൂണിഫോം ഇട്ടോണ്ട് കുട്ടി എവിടെ പോണു? ആ ഗ്യാപ്പിൽ എന്നെ ഉമ്മ ജിം ട്രെയിനർ നമുക്ക് ഇന്ന് എന്തൊക്കെ എക്സസൈസ് നമുക്ക് ചെസ്റ്റ് പ്രസ് ആണോ? ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കാം. നമ്മുടെ ജിമ്മിൽ പുള്ളി സാരി എടുത്തോണ്ടാ പോവാറ്. അപ്പോ ഇതാണ് ഡേ 2. ബാക്കി എടുക്കുമെന്ന് തോന്നുന്നു. വെളി വരുമെങ്കിൽ കാണാം. എല്ലായിടത്തും ലേറ്റ് ആയിട്ട് വരുന്ന സമയത്തിന് വാ. എല്ലാരും വണ്ടി കയറി വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ? അവന്റെ ലേറ്റോളി എവിടെയും ലേറ്റോളി. നമ്മളൊക്കെ അങ്ങ് മണനാണി വീണ്ടും നാക്കുളുക്കുന്ന മണനാണി. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ പൂണ്ടി പോകുന്ന വഴിക്ക് തന്നെയാണ് ഗുണാക്കേവ് ഉള്ളത്. അപ്പോൾ ഗുണാക്കേവും കണ്ടിട്ട് നേരെ പൂണ്ടി പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഗുണാക്കേവിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നേരെ നമുക്ക് പൂണ്ടി പോകാം, പിന്നെ നാളെ വന്ന് നമുക്ക് ഗുണാക്കേവൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഈ തിരക്കിൻ്റെ ഇടയിൽ അനുവിന് ചോക്ലേറ്റ് കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് അങ്ങനെ ശ്രീരാം ഓടിപ്പോയി ഇതേ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരിക. അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീരാം മേടിച്ചുകൊണ്ട് വന്ന ചോക്ലേറ്റൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും പൂണ്ടിയിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഉറങ്ങി എണീറ്റ് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് വേബിയുടെ തന്നെ ലൈഫ്. രാവിലെ എന്ത് വെച്ച് കണ്ടിട്ട് കാണിക്കണ ഔട്ട്ഫിറ്റ് കാണിക്കണ. അരവിന്ദേട്ട് വന്നിട്ട് ഇത് UNI സെക്സ് ആണ്. Oh my god. UNI സെക്സ് ആ. ഒതന്റിക് തമിഴ് മീൽസ് കഴിക്കാതിരിക്കുകയാണോ? വരുമ്പം കാണിച്ചു തരാവേ. കൈസ് ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത്. ബാക്കി ഇവരെല്ലാം മീൽസ്. സാമ്പാറിട്ട് മീൽസ്. നല്ല സോഫ്റ്റ് ചൂട് പൊറോട്ട. ഉച്ചഭക്ഷണം കഴിച്ചത് SM ഹോട്ടലിൽ നിന്നാണ്. മീൽസ്, പൊറോട്ട, ചിക്കൻ 65. എപ്പടി ഇருக்கு? നല്ല ഇരിക്കല്ല. നമ്മളിവിടെ 4 പൊറോട്ട, 3 മീൽസ്. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ തമിഴ്നാട് സ്റ്റൈൽ കിട്ടുമെന്ന് നോക്കി തപ്പി പോയി. അപ്പോൾ നമ്മൾ ആദ്യം പോയ ഹോട്ടൽ ഒരു മലയാളി ഹോട്ടലായിരുന്നു. അവിടെ അൽഫാമും മന്തിയും ഇതൊക്കെയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിച്ച് മടുത്തു. നമ്മൾ അവരോട് ചോദിച്ചു അടുത്ത് ഈ ഇങ്ങനെ തമിഴ്നാട് സ്റ്റൈൽ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെന്ന്. അവർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് നടന്നപ്പോൾ ഉണ്ടായിരുന്നു ഗൈസ്. മലയാളി ഹോട്ടൽ പഠിച്ചു. അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ഇവിടെ ഒരിടത്തും മീൽസ്, ഇവിടെ ചോറിന് എന്താ പഠിച്ചു ചോറ്, ഇവിടെ അൽഫാം മന്തി മാത്രമേ ഉള്ളൂ. നമ്മുടെ രക്ഷകനായി വന്നതാ SM ഹോട്ടൽ. നല്ല ചോറ്, പൊറോട്ട, ചിക്കൻ 65, ഗ്രേവി, പൊറോട്ട, ചൂട് പൊറോട്ട. കൽക്കി എന്നാരോ പറഞ്ഞായിരുന്നു. കൽക്കി അല്ലേ, കലക്കി. അതാ ഒരു റഷ്യൻ സുന്ദരി പോകുന്ന ഫ്രണ്ടിൽ നിന്ന്. റഷ്യൻ സുന്ദരി അല്ലേ? ഓ കാര്യമായിരുന്നു. നമ്മളിപ്പോൾ ഒരു
പൂണ്ടി സ്പോട്ടിലോട്ട് പോവുകയാണ്. അത് പറഞ്ഞില്ലേ ഇവിടെ വ്യൂ restricted- ആ റെസ്ട്രിക്റ്റഡ് ഏരിയ. ഞാൻ അവിടെ ഇല്ല ഓക്കെ എവിടെ ആ ഓക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പക്ഷേ ഇവിടുത്തെ ലോക്കൽസ് പറയുന്നു പോവാൻ ലോക്കൽസ് ഒന്നും അല്ല പിന്നെ വേഗം വന്ന പയ്യന്മാര് അല്ലല്ല ആ കടയിലുള്ള ആൾക്കാരും പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കയറുകയാണ് കേട്ടോ. കുറച്ചുണ്ട്, കുറച്ചധികം അധികം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും വരുന്നുണ്ട്. ആടി ഒലഞ്ഞ് ആടിവാ കണ്ണ ചാടിവാ മൊണ്ണേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഞങ്ങൾ വ്യൂ പോയിൻ്റ് തേടി 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 കുറേ പോകുന്നുണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല. പക്ഷേ കുറെ നേരം കൊണ്ട് നടക്കും. കുറേ നേരം നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും എത്തുമായിരിക്കും. നിങ്ങൾ റഷ്യൻ നമ്മൾ ഇറക്കിയ ആളിനെ കണ്ടോ? റഷ്യൻ പോം എത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഈ പൂ നമുക്ക് നമ്മുടെ സഹധർമ്മിണിക്ക് കൊടുക്കാം. ഏത്? ലെറ്റ്സ് ഗോ. നമുക്കിത് നമ്മുടെ സഹധർമ്മിണിക്ക് കൊടുക്കാം. അനു അനു ആഫ്റ്റർ എ ലോങ് ട്രെക്കിംഗ് അല്ലേ നമ്മൾ ഐ തിങ്ക് വി റീച്ച് ദ സ്പോട്ട്. നമുക്ക് കുറച്ച് വെളിച്ചവും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതെ നിറയെ കോടയാണ് ഗൈസ്. നമുക്കതുകൊണ്ട് വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാലും വിൽ ഷോ യു. ഓക്കെ ഉണ്ടോ നമ്മൾ ഇവിടെ എത്തി. ഇനി കുറച്ചൊന്ന് അവിടെ കയറിയിട്ട് സ്പോട്ടിൽ പോവാം. ഇങ്ങനെയുണ്ട് വന്നത് വർത്തായി അല്ലേ? അതെ കണ്ടോ ഗൈസ്. ഇതാണ് ഇത്രയും ട്രക്ക് ചെയ്ത് നമ്മൾ എത്തിപ്പെട്ടത്. ഹൈസ് മന്തിലേക്ക് നഷ്ടമായനെ. നല്ല സ്പോട്ട്, സൂപ്പർ സ്പോട്ട്. യെസ്. സോ ഗൈസ്, അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയിൽ ഞങ്ങളെല്ലാവരും മതിമറന്ന് ഞങ്ങളവിടെ ഒത്തിരി നേരം ഇരുന്നു, സംസാരിച്ചു, കളിച്ചു, ചിരിച്ചു, കൊണയടിച്ചു. പിന്നെ എല്ലാവരും ഫോട്ടോ, റീൽ എല്ലാം എടുത്തു. ഇവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മൾ പൂമ്പാറയിൽ പോകാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ ഇവിടെ പൂണ്ടിയിൽ വന്നിട്ട് നേരെ കുറച്ച് ഇരുട്ടിയതുകൊണ്ട് നമുക്ക് തിരിച്ച് വേറെ സ്ഥലമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഔട്ട്രോ എടുക്കാനും ലാസ്റ്റ് എൻഡിങ് വീഡിയോ എടുക്കാനും എല്ലാം മറന്നു. രാത്രി വണ്ടിയിലിരുന്നു. പിന്നെ ഞാൻ ഔട്ട്രോ എടുക്കുന്നതും വീട്ടിൽ പോയിട്ട് അതെല്ലാം മറന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് നേരം ചില്ല് ചെയ്തു. ഞങ്ങൾ പിന്നെ എല്ലാവരും കിടന്നുറങ്ങി. ഇതാണ് ശരിക്കും അന്നത്തെ ദിവസം നടന്നത്. ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ ഒക്കെ എൻഡ് ചെയ്യുമ്പോൾ നല്ല ഔട്ട്രോ ഒക്കെ എടുത്ത് എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് നമ്മൾ ന്യൂബീസ് ആണല്ലോ, ഇതെല്ലാം മറക്കുന്നു ഗൈസ്. ഇതെല്ലാം ശരിയാക്കാം. അപ്പം ഇതെല്ലാം ശരിയാക്കി മുന്നോട്ടുള്ള വ്ളോഗ്സിലൊക്കെ ഈ തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ മാറ്റണമെന്നുള്ള കാര്യങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളത് നോക്കുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടാറ്റാ.